അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ഗോതമ്പിൻ്റെ ഇടിയപ്പവും സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഗോതമ്പത്തിൻ്റെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗോതമ്പൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് വറുക്കണില്ല, കളറൊന്നും മാറ്റണില്ല, ഒന്ന് വറുത്തെടുക്കണുള്ളൂ. അതിലേക്ക് നമുക്ക് വെള്ളം വെച്ച് 2.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇനി പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കുക കുറച്ച് നേരം. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇടിയപ്പത്തിൻ്റെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നമ്മൾ കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ കുഴിയിലേക്കും ഇങ്ങനെ തേങ്ങേൻ്റെ മേലെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കണം. ചുറ്റിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിക്കാൻ ഗോതമ്പിൻ്റെ ഇടിയപ്പം. അങ്ങനെ എല്ലാത്തിൽക്കും അതേപോലെ എല്ലാ കുഴിയിലേക്കും പിഴിഞ്ഞ് കൊടുക്കണം. ഇഡ്ഡലി കുക്കറിൽ വെച്ച് വിസിലടുപ്പിച്ച് എടുത്തതാണ്. ഇത് നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിലേക്ക് എടുക്കാം. ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പെഷ്യൽ മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കാം. അതിന് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് 4 മുളക്, 2 വറ്റൽമുളകും 2 പച്ചമുളകും ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം മുറിച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റുന്നുണ്ട്. അതിലേക്ക് 2 സവാള, മീഡിയം സൈസ് വലിപ്പമുള്ള 2 സവാള മുറിച്ചതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. ഇനി നേരിയൊരു ബ്രൗൺ നിറാവോളം വഴറ്റണം. മാറി സവാളൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയൊരു തക്കാളി ഇട്ട് കൊടുത്ത് അതും അതിലിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു, മല്ലിയില അതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ചൂടാറിയിട്ട് നമുക്കത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ജീരകം 1/2 സ്പൂൺ ഇട്ട് കൊടുത്ത് 3 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നുകൊണ്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് അരച്ചത് അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അരപ്പ് ഒഴിച്ചെടുത്ത് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മല്ലിപ്പൊടി 1/2 സ്പൂണ് മുളക് പൊടി 3 ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കി അതൊന്ന് വെന്ത് വരണം. തിളച്ചിട്ടൊന്ന് വേവണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരും. എന്തായാലും അതിൽ 1/2 മുറി തേങ്ങേൻ്റെ പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങേൻ്റെ പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം.
തിളക്കുന്നുണ്ട്. തിളച്ച അപ്പം ഓഫ് ചെയ്യണം. മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. മുട്ട പുഴുങ്ങി വെച്ചതാണ്, തൊലി കളഞ്ഞ് ഓരോരോ വര ഇട്ട് കൊടുക്കണം. എന്നിട്ട് കറിയിലിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്, സ്പെഷ്യൽ മുട്ടക്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക. നമ്മൾ റെഡി ആയിട്ടുണ്ട്, മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. സ്പെഷ്യൽ മുട്ടക്കറിയും ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇൻഷാ അല്ലാ. മറ്റൊരു